ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എയർഫോഴ്സ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റിലൂടെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്, അതിനോടൊപ്പം തന്നെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Which instrument is used to measure the purity of milk? എന്താ പറഞ്ഞേ, മിൽക്കിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനെ നോക്കിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിവൈസുകൾ, അല്ലേ? നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളുണ്ട്. അതിൽ നിന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മിൽക്കിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? ഒന്നാമത്തെ നോക്കിയേ ബാരോമീറ്റർ, രണ്ടാമത്തെ നോക്കിയേ ലാക്ടോമീറ്റർ, മൂന്നാമത്തെ ഏതാണ്? ഹൈഡ്രോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി അനിമോമീറ്റർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേ, മിൽക്കിൻ്റെ പ്യൂരിറ്റി അല്ലെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ചോദിച്ചത്. നമുക്കറിയാം ഏതാണ്? ലാക്ടോമീറ്റർ ആണ്. ലാക്ടോ അല്ലേ, ലാക്ടോ മീൻസ് എന്താണ്? മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വേർഡാണ് ലാക്ടോ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റ് നോക്കാം. ലാക്റ്റിക് ആസിഡ്, അതായത് മിൽക്കിനകത്തും അതുപോലെ തന്നെ എന്താണ് കേർഡിനകത്തും അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് മിൽക്കിനകത്തും കേർഡിനകത്തും അടങ്ങിയിരിക്കുന്ന ആസിഡ്. ലാക്ടോമീറ്റർ എന്താണ്? പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നതാണ്. എന്തെന്ന് പറയുക? ലാക്ടോമീറ്റർ. ഇനി നോക്കിയേ ബാരോമീറ്റർ, അന്തരീക്ഷത്തിൽ എന്താണ് പ്രഷറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്തെന്ന് പറയുക? ബാരോമീറ്റർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അന്നേരം നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻസ്ട്രുമെന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റന്റ്, അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? SI യൂണിറ്റ്. അതിന് ഏത് ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്താണുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന ടൈം തൊട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: ഇലക്ട്രിക് റെസിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഏതാണ്? ആംപിയർ, ഓപ്ഷൻ ബി വോൾട്ട്, ഓപ്ഷൻ സി ഓം, ദെൻ ഓപ്ഷൻ ഡി വാട്ട്, അല്ലെ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഇലക്ട്രിക് റെസിസ്റ്റൻസ്, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്നുള്ള ടേം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടറിനകത്തൂടെ സർക്യൂട്ടിനകത്തൂടെ അല്ലെങ്കിൽ എന്താണ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിനകത്തൂടെ ഈ കറണ്ടിൻ്റെ ഫ്ലോയെ എന്ത് ചെയ്യുക? തടയാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? റെസിസ്റ്റൻസ്, അല്ലേ? അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ടിനെ എന്ത് ചെയ്യുക? തടയുക എന്നുള്ള മീനിങ് കൊണ്ടാണ് റെസിസ്റ്റൻസ് മീൻ ചെയ്യുന്നത്. അന്നേരം നോക്കി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യനാണ് SI യൂണിറ്റ്. എന്താണ് SI യൂണിറ്റ്? സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് പല രാജ്യക്കാരും എന്ത് ചെയ്തു? പല രീതിയിലുള്ള മെഷർമെൻ്റ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്, അല്ലേ? അതായത് FK സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്, CGS സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പല മെഷർമെൻ്റ് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ബുദ്ധിമുട്ടായതുകൊണ്ട് കോമൺ ആയിട്ട് എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റ യൂണിറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുക? SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. ഈ യൂണിറ്റ് എവിടെ ചെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും? ഒരേ യൂണിറ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ വാല്യൂ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് നൽകുന്നത്. എന്നിട്ട് നോക്കി, ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ സി ഓം ആണ് കറക്റ്റ് ആൻസർ, അല്ലെ? ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓം ആണ്. ഇനി നോക്കിയേ, ആംപിയർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കറണ്ടിൻ്റെ, അല്ലേ? കറണ്ടിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആംപിയർ ആണ് കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? ഇനി നോക്കി, അടുത്തയാണ് വോൾട്ടും അതുപോലെ തന്നെ എന്താണ്? വാട്ടും. രണ്ടും ഒരേപോലെ പ്രൊനൗൺസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? തെറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, വോൾട്ട് എന്നറിയപ്പെടുന്നതിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുക? വോൾട്ട് എന്നറിയപ്പെടുന്നത്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പവറിൻ്റെ യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുക? വാട്ട് എന്നറിയപ്പെടുന്നത്. അതിൽ SI യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ആണ്, ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവറിൻ്റെ യൂണിറ്റ് ആണ്. അന്നേരം ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരിക്കണം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡയമെൻഷൻസും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: Why do stars twinkle at night?
എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ രാത്രിയിൽ തിളങ്ങുന്നതായിട്ട് കാണപ്പെടുന്നത്? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓപ്ഷൻ ബി, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സ്റ്റാർലൈറ്റ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ്? ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഒപ്റ്റിക്സ്, അല്ലെങ്കിൽ സ്റ്റഡി എന്താണ്? ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയുന്ന പേരാണ് ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. അതിനകത്താണ് നമ്മൾ കോൺകേവ് ലെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, കോൺവെക്സ് ലെൻസ്, സ്പെറിക്കൽ ലെൻസ്, അങ്ങനെ എന്താണ് ഒരുപാട് മിറേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിലാണ്. അതിനാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ. ഇനി നോക്കിയാൽ എന്താണ് ചോദിച്ചേക്കുന്നത്? ലൈറ്റിൻ്റെ പ്രതിഭാസങ്ങളാണ് അല്ലേ. പ്രതിഭാസങ്ങളാണ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ഒക്കെ എന്താണ്? ലൈറ്റിൻ്റെ പ്രതിഭാസങ്ങളാണ്. ഇത് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്താണ് പറഞ്ഞേക്കുന്നത്? സ്റ്റാർസിൻ്റെ ട്വിങ്കിൾ, സ്റ്റാർസ് തിളങ്ങാൻ കാരണമായിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏതാണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സ്റ്റാറ്റ്ലൈറ്റ് ആണ് എന്ന് പറയുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് നോക്കാം. എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതലത്തിൽ ചെന്ന് തട്ടി എന്ത് ചെയ്യുകയാണ്? തിരിച്ചു വരുന്നു. അതിന് പറയുന്ന പേരാണ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. എന്നിട്ട് നോക്കിയേ, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ചു വരിക, ബാക്ക് ഓഫ് ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റിഫ്ലക്ഷൻ ആണ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ. തട്ടി പ്രതിഫലിച്ച് തിരിച്ചു വരിക അല്ലേ. ഇനി ബെൻഡിങ് ഓഫ് ലൈറ്റ്. എന്താണ് ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളഞ്ഞ് കാണപ്പെടുക. ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളഞ്ഞ് കാണപ്പെടുക. അതായത് നമ്മളൊരു ബീക്കറിനകത്ത് വാട്ടർ എടുത്തു. ഈ ബീക്കറിനകത്ത് എന്ത് ചെയ്യുകയാണ്? ഒരു സ്കെയിലോ അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റിക്കോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമേഴ്സ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വളഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ എന്താണ്? ബെൻഡായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് ലൈറ്റിൻ്റെ ഏത് പ്രതിഭാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്രാക്ഷൻ ആണ് അല്ലേ. റിഫ്രാക്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്നറിയപ്പെടുക? ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? റിഫ്ലക്ഷൻ ആണ്. 2 ടേമും പഠിച്ചിരിക്കണം. ഇനി നോക്കിയേ, സ്കാറ്ററിങ് അല്ലേ. ഒരു പ്രതലത്തിൽ തട്ടി എന്ത് ചെയ്യുക? ചിന്നിച്ചിതറി പോകുക എന്നുള്ളതാണ് സ്കാറ്ററിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നോക്കി നമുക്കറിയാം എന്താണ്? ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു. സൺസെറ്റിനും റൈസിനൊക്കെ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ആകാശം എന്ത് ചെയ്യുകയാണ്? ഒരു റെഡിഷ് ഓറഞ്ച് കളറിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. പ്രതിഭാസങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഒന്നുകൂടെ പഠിക്കണം, ഏതാണ്? ഡിസ്പേർഷൻ. എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? അതായത് നമുക്കറിയാം വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 7 കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റഡ് ആയിട്ടാണ് വൈറ്റ് ലൈറ്റ് കാണപ്പെടുക. അതായത് നമ്മൾ വൈറ്റ് ലൈറ്റ് ധവളപ്രകാശം എന്ന് പറയുന്നു. ഇത് നമ്മളൊരു പ്രിസത്തിനകത്തോടെ കടത്തി എന്ത് ചെയ്ത് ഒരു സ്ക്രീനകത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ 7 കളേഴ്സായിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ പേരാണ് എന്തെന്ന് പറയുക? വിബ്ജിയോർ എന്നറിയപ്പെടുന്നത്. ഈ ഡിസ്പേർഷൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? സർ ഐസക് ന്യൂട്ടൺ ആണ് ഡിസ്പേർഷൻ കണ്ടുപിടിച്ചത്. അതിന് നോക്കി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്രിസമാണ് അല്ലേ. പ്രിസത്തിനകത്തൂടെ വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ടപ്പോൾ 7 ഘടകവർണ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ പേരാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? വിബ്ജിയോർ എന്ന് അറിയപ്പെടുന്നത്. ഇതും എന്താണ്? ലൈറ്റിൻ്റെ മറ്റൊരു പ്രതിഭാസമാണ്. ഇനി ഓപ്ഷൻ ഡിക്ക് അത് കിടക്കുന്നത് എന്താ നോക്കി? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 എണ്ണമാണ് പഠിക്കേണ്ടത്. ഒന്ന് ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ അല്ലേ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയമണ്ടിൻ്റെ ബ്രൈറ്റ്നസ് അല്ലേ. ഡയമണ്ടിൻ്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും എന്താ എഴുതേണ്ടത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ക്ലിയർ ആണോ? അതിന് ഡയമണ്ടിൻ്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ളതും അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ളതും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ക്ലിയർ ആണ്? എന്നാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തുനിന്ന് കോൺവെക്സ് ലെൻസും മിറേഴ്സും ഒക്കെ വരുന്ന പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ പ്രതിഭാസങ്ങൾ വരുന്ന പോർഷനും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എയർഫോഴ്സിൽ നമ്മൾ നൽകുന്ന ക്ലാസ്സുകൾ എയർഫോഴ്സ് എക്സ്, എയർഫോഴ്സ് വൈ, മെഡിക്കൽ അസിസ്റ്റൻ്റ് മൂന്നിൻ്റെയും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. സൂം മീറ്റിലായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ കൊണ്ട് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിനുള്ളിൽ നമുക്ക് ഈ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നുണ്ട്. റിവിഷൻ ക്ലാസ്സുകളും നമ്മൾ നൽകും. അതിനുശേഷം നമ്മൾ മോക്ക് ടെസ്റ്റുകളും ആപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രാക്ടീസ് പേപ്പർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പ്രോപ്പറായിട്ടൊരു
കോഴ്സ് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക. സെപ്റ്റംബർ 22 ആയിരിക്കും നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കറക്റ്റ് മെത്തേഡിൽ പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, അതിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് പോകാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാമേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ഓൾവേസ് ആക്ട് ഓൺ. അല്ലേ, ന്യൂട്ടണിൻ്റെ 3 ലോസ് ആണ്. അല്ലെ, ചലന നിയമങ്ങൾ നമുക്കറിയാം. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഉണ്ട്, ന്യൂട്ടൺ ഫസ്റ്റ് ഉണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉണ്ട്, ന്യൂട്ടൺ തേർഡ് ലോ ഉണ്ട്. എന്താണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ അറിയപ്പെടുന്നത്? എന്താണ് ഇനേർഷ്യ. അല്ലേ, ഇനേർഷ്യ എന്നുള്ള ടേം വരുന്നത് എന്താണ്? ഇനേർഷ്യ, ജഡത്വം എന്നറിയപ്പെടുന്നു. അതിന് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1ാമത്തെ ചലന നിയമം. അല്ലെ, ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ F = ma. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 2ാമത്തെ ലോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് F = ma എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയുന്നത് എന്താണ്? ഏതൊരു ആക്ഷനും എന്ത് ചെയ്യുന്നു, ഒരു പ്രതിപ്രവർത്തനമുണ്ട്. അല്ലെ, ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിന് ഓപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിഫലനം അല്ലെങ്കിൽ എന്താണ്, റിയാക്ഷൻ നമുക്ക് ലഭിച്ചിരിക്കും. ഇതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം. എന്താണ്? റോക്കറ്റ് ലോഞ്ചിങ്. അല്ലേ, റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ റോക്കറ്റ് എന്ത് ചെയ്യുകയാണ്, മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രഷറും ഒരു ഫോഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ ഫോഴ്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലേ, താഴോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, റോക്കറ്റ് മുകളിലോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. അന്നേരം എന്താണ്, ഒരു ആക്ഷൻ എന്ത് ചെയ്തു, ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രതിഫലനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കാർപ്പറ്റ് എടുത്തു. കാർപ്പറ്റിൽ ഒരു സ്റ്റിക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, തട്ടുന്ന സമയത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുകയാണ്, പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതും ന്യൂട്ടൻ്റെ ഏത് ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്. അതുപോലെ തന്നെ ഒരു ഇതും കൂടെ ഉണ്ട്, റീകോയിലിംഗ് ഓഫ് ഗണ്ണ്. അല്ലേ, നമ്മൾ റീകോയിലിംഗ് ഓഫ് ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഗണ്ണ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇതും ന്യൂട്ടൻ്റെ ഏത് ലോ റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ റിലേറ്റഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ഓൾവേസ് ആക്ട് ഓൺ. അല്ലേ, എങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക? ദ സെയിം ബോഡി ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ബോഡിയിൽ ഒരേ ബോഡിയിലും ഒരേ ഡയറക്ഷനിലുമാണ് ആക്ട് ചെയ്യുന്നതാണ് ഓപ്ഷൻ 1 പറയുന്നത്. 2ാമത്തെ ഓപ്ഷൻ എന്താണ്? ദ സെയിം ബോഡി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരേ ബോഡിയിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അടുത്ത എന്താണ്? ഡിഫറെൻറ്റ് ബോഡീസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പല ഡിഫറെൻറ്റ് ബോഡീസിൽ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ഓപ്ഷൻ ഡി, ഡിഫറെൻറ്റ് ബോഡീസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അല്ലേ, ഡിഫറെൻറ്റ് ബോഡീസ് ആയിരിക്കും, പക്ഷേ എന്താണ്, സെയിം ഡയറക്ഷനിലായിരിക്കും എന്നാണ്. ഈ 4 ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞ ആ എന്താണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വെച്ച് അല്ലെങ്കിൽ മെത്തേഡ് വെച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും നമുക്ക് ഓപ്ഷനായിട്ട് വരിക? ഒന്ന് ചിന്തിച്ച് നോക്കി. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വരിക? എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി ആയിരിക്കും. അല്ലേ, ഡിഫറെൻറ്റ് ബോഡീസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 2 ബോഡീസിലായിരിക്കും ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, 2 ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുന്നത്. അന്നേരം ഏതാ വരിക ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. When carbon dioxide gas is passed through lime water, the solution turns milky due to the formation of an insoluble white precipitate. വാട്ട് ഈസ് ഇറ്റ് വൈറ്റ് സബ്സ്റ്റൻസ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കുറച്ച് ലെങ്തി ആയിട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ. അല്ലേ, ചുണ്ണാമ്പ് വെള്ളം ലൈം വാട്ടറിനകത്തൂടെ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? ഇൻസോളിബിൾ ആണ്. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ ഫോം ചെയ്യുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്, അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുക. അല്ലേ, ആ വൈറ്റ് സബ്സ്റ്റൻസിൻ്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക്. ഓപ്ഷൻ നോക്കി.
കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി കാൽസ്യം ബൈകാർബണേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ് അല്ലേ? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ് ആണ്. ലൈം വാട്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്? മിൽക്കി കളറാക്കി മാറ്റാൻ, പാൽ നിറമാക്കി മാറ്റാൻ കഴിവുള്ള ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതണം? കാർബൺ ഡയോക്സൈഡ് എഴുതണം. ഈ കാർബൺ ഡയോക്സൈഡ് ലൈം വാട്ടറിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? കാൽസ്യം കാർബണേറ്റ് ആണ് എഴുതേണ്ടത്. ക്ലിയർ ആണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സൗണ്ട് വേവ്സ് ഇൻ എയർ ആർ വിച്ച് ടൈപ്പ് ഓഫ് വേവ്? സൗണ്ട് വേവ്സ് ഏത് ടൈപ്പ് വേവ്സിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ നോക്കി. ട്രാൻസ്വേഴ്സ് വേവ്, ഓപ്ഷൻ ബി ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, ഓപ്ഷൻ സി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ദെൻ ഓപ്ഷൻ ഡി പോളറൈസ്ഡ് വേവ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സൗണ്ട് വേവ്സ് അല്ലേ? സൗണ്ടിനെ കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ് അല്ലേ? അക്വാസ്റ്റിക്സ് ആണ് എന്തെന്ന് അറിയപ്പെടുക? സൗണ്ടിനെ കുറിച്ചുള്ള പഠനം. സൗണ്ട് എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മീഡിയം ഉള്ളിടത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യത്തുള്ളൂ. നമുക്കറിയാം വാക്വം, ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് ഒന്നുമില്ല, ഇതിനകത്ത് എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. പക്ഷേ വാക്വത്തിനകത്തൂടെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ എന്താണ്? ലൈറ്റ് ആണ് അല്ലേ? ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതണം? വാക്വം എഴുതണം. പക്ഷേ എന്താണ്? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. എന്താണ്? ഒരു പ്രതലത്തിൽ ചെന്ന് തട്ടി തിരിച്ചു വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കേൾക്കാൻ, സെൻസേഷൻ കേൾക്കാനുള്ള കഴിവുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു വസ്തുവിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൗണ്ട് വേവ്സ് ഏത് ടൈപ്പ് വേവിന് എക്സാമ്പിൾ എന്നാണ്. ഇനി നമുക്ക് ഓഡിബിൾ റേഞ്ച് കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഏതാണ്? 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് എന്തെന്ന് പറയുക? ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഓഡിബിൾ റേഞ്ച് എന്നറിയപ്പെടുന്നത്. നമുക്ക് ശ്രവണ പരിധി. ഇതിനകത്ത് ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സെൻസേഷൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്നറിയപ്പെടുക? 20 ഹെർട്സിൽ താഴെ പറയുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് അല്ലേ? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് 20 ഹെർട്സിൽ താഴെ ഉള്ളത്. 20,000 ഹെർട്സിന് എബോവ് ആണെങ്കിൽ എന്താണ്? അൾട്രാസോണിക് സൗണ്ട് ആണ് അല്ലേ? അൾട്രാസോണിക് സൗണ്ട് ആണ് എന്തെന്നറിയപ്പെടുക? 20,000 ഹെർട്സിന് മുകളിലായിട്ടുള്ള എന്താണ്? അൾട്രാസോണിക്കും. 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ടുമായിരിക്കും. ഇനി നോക്കി, സൗണ്ട് വേവ്സ് അല്ലേ? ഏത് ടൈപ്പ് വേവിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ വേവ്സിന് എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റുഡൻറ്റ് ഫോക്കസ് ദ ഇമേജ് ഓഫ് ആൻ ഡിസ്റ്റന്റ് window on a white screen using a convex lens to find the approximate focal length of the lens. They should measure the distance between them. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ പറഞ്ഞേക്കാം? എ സ്റ്റുഡൻറ്റ് ഫോക്കസ് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റന്റ് വിൻഡോ ഓൺ എ വൈറ്റ് സ്ക്രീൻ യൂസിങ് കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ കുട്ടി ഒരു ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? എന്താണ്? വിൻഡോ ആൻഡ് വൈറ്റ് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഒരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഇമേജിന് ഒരു ഫോക്കൽ ലെങ്ത് കാണും അല്ലേ? ഈ ഫോക്കൽ ലെങ്ത് മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഏത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഏതൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഇമേജിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. വിൻഡോ ആൻഡ് ദ സ്ക്രീന്, ഓപ്ഷൻ ബി വിൻഡോ ആൻഡ് ലെൻസ്, ഓപ്ഷൻ സി ലെൻസ് ആൻഡ് സ്ക്രീന്, ഓപ്ഷൻ ഡി ലെൻസ് ആൻഡ് ദ വിൻഡോ ഫ്രെയിം അല്ലേ? ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഏതൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആ ഇമേജ് ഫോം ചെയ്ത ഫോക്കൽ ലെങ്ത് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ സി ലെൻസ് ആൻഡ് സ്ക്രീൻ ആണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് മിറർ ഈസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ് അല്ലെ? വെഹിക്കിൾസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിയർ വ്യൂ മിററായിട്ട്, അതായത് ഡ്രൈവറിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ഡ്രൈവർ സീറ്റിന് നേരെ മുകളിലായിട്ട് കാണപ്പെടുന്ന മിററിനെയാണ് റിയർ വ്യൂ മിറർ എന്നറിയപ്പെടുന്നത്. ഈ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മിററാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ കോൺകേവ് മിറർ, ഓപ്ഷൻ ബി കോൺവെക്സ് മിറർ, ഓപ്ഷൻ സി പ്ലെയിൻ മിറർ, ദെൻ ഓപ്ഷൻ ഡി സിലിണ്ടറിക്കൽ മിറർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്.
റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. തിരിഞ്ഞു പോകരുത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കിലോ വാട്ട് അവർ ഈസ് യൂണിറ്റ് ഓഫ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കിലോ വാട്ട് അവർ എന്നറിയപ്പെടുന്ന എന്തിന്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ നോക്കി, പവർ. ഓപ്ഷൻ ബി എനർജി. ഓപ്ഷൻ സി ഫോഴ്സ്. ദെൻ ഓപ്ഷൻ ഡി മൊമെന്റം. അല്ലേ, 4 തന്നിട്ടുണ്ട്. കിലോ വാട്ട് അവർ എന്നറിയപ്പെടുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ഏതാണ്? പവറിൻ്റെ ആണോ എനർജിയുടെ ആണോ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം എഴുതേണ്ടത്? എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് എന്ന് അറിയപ്പെടുന്നത്. പവർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതാണ്? വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഫോഴ്സിൻ്റെ ആണെങ്കിൽ എന്താണ്? ന്യൂട്ടൺ. അല്ലേ, ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഇനി നോക്കിയേ, CGS യൂണിറ്റ് ഉണ്ട്. ഏതാണ്? ഡൈൻ ആണ് എന്തെന്നറിയപ്പെടുക? CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ ഈസ് മെഷേർഡ് ബൈ ഇൻ വിച്ച് ഇൻസ്ട്രുമെന്റ്? അല്ലെ, ഇൻസ്ട്രുമെന്റിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കാം? ഹ്യൂമിഡിറ്റി, അല്ലെ, അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? ഓപ്ഷൻ നോക്കിയേ, ലാക്ടോമീറ്റർ, സീസ്മോഗ്രാഫ്. ഓപ്ഷൻ ഡി ഹൈഗ്രോമീറ്റർ. ദെൻ ഓപ്ഷൻ ഡി അൾട്ടിമീറ്റർ. ഏതായിരിക്കും ആൻസർ എഴുതുക? ഓപ്ഷൻ ബി അല്ലെ, ഹൈഗ്രോമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം എന്നറിയപ്പെടുന്നത്. അല്ലേ, ലാക്ടോമീറ്റർ എന്താണ്? മിൽക്കിന്റെ പ്യൂരിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത നോക്കി, കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് സോഡ. അല്ലേ, എന്താണ്? കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചേക്കുക. അല്ലേ, ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുക? ഏതിനെയായിരിക്കും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ? സോഡിയം ഓക്സൈഡ് ആണോ? അല്ലെങ്കിൽ ഏതിനെയായിരിക്കും ബേക്കിംഗ് സോഡ എന്നറിയില്ല? സോഡിയം ബൈകാർബണേറ്റ് ആണോ അതോ സോഡിയം കാർബണേറ്റ് ആണോ? ഏത് പേരിലായിരിക്കും അറിയപ്പെടുക? ഏതാണ്? 2 പേര് പഠിച്ചിരിക്കണം. സോഡിയം ബൈകാർബണേറ്റ് ഒരെണ്ണം പഠിച്ചിരിക്കണം. രണ്ടാമത്തെ എന്താണ്? സോഡിയം കാർബണേറ്റ്. ഇത് രണ്ടും പഠിച്ചിരിക്കണം. അല്ലേ, ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സോഡിയം ബൈകാർബണേറ്റ് എന്നാണ് ബേക്കിംഗ് സോഡ അറിയപ്പെടുന്നത്. വാഷിംഗ് സോഡ ആണെങ്കിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സോഡിയം കാർബണേറ്റ് എന്നാണ് വാഷിംഗ് സോഡ അറിയപ്പെടുന്ന പേര്. അല്ലേ, പക്ഷേ നമ്മളോട് ചോദിച്ചത് എന്താണ്? സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഏതിനെയാണ്? ബേക്കിംഗ് സോഡ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി, Na2CO3. ഓപ്ഷൻ ബി നോക്കി, NaHCO3. ഓപ്ഷൻ സി NaOH. ഓപ്ഷൻ ഡി NaCl. അല്ലേ, ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. NaHCO3 ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ബേക്കിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത്. സോഡിയം ക്ലോറൈഡ് അല്ലേ, സോൾട്ട് എന്നറിയപ്പെടുന്ന കോമൺ സോൾട്ട്, റോക്ക് സോൾട്ട്, ടേബിൾ സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനാണെന്ന് വെച്ചാൽ ഏതാണ്? സോഡിയം ക്ലോറൈഡ്. അല്ലേ, NaCl സോഡിയം ക്ലോറൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? കോമൺ സോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഗ്യാസ് ഈസ് മോസ്റ്റ് അബഡൻറ്റ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ? അല്ലെ, എർത്ത് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അബഡൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ, ഏതായിരിക്കും? ഓപ്ഷൻ നോക്കി, ഓക്സിജൻ. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ സി നൈട്രജൻ. ദെൻ ഓപ്ഷൻ ഡി ആർഗൺ. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക? മോസ്റ്റ് അബഡൻറ്റ് ഗ്യാസ് ആണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അബഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ആണ് എന്തെന്നറിയപ്പെടുക? നൈട്രജൻ 78%. അല്ലേ, 78% എന്തെന്നറിയപ്പെടുക? നൈട്രജൻ കണ്ടന്റ്. ഓക്സിജൻ ആണെങ്കിൽ എത്രയാണ്? 21%. ഈ രണ്ടിൻ്റെയും കൂടെ ശേഷം ബാക്കിയുള്ളതായിരിക്കും എന്തെന്നറിയപ്പെടുക? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ആർഗണ്, അതുപോലെ തന്നെ എന്താണ് വാട്ടർ കണ്ടന്റ്, ഇതെല്ലാം കൂടെ ചേർന്ന് ബാക്കി ശതമാനമായിരിക്കും. എന്നിട്ട് നോക്കി, മോസ്റ്റ് അബഡൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? നൈട്രജൻ ആണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്. മോസ്റ്റ് അബഡൻ്റ് മെറ്റൽ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? അലൂമിനിയം എഴുതണം. അതുകൂടെ പഠിച്ചിരിക്കണം. മോസ്റ്റ് അബഡൻ്റ് മെറ്റൽ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താ എഴുതേണ്ടത്? അലൂമിനിയം ആണ് എഴുതേണ്ടത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കെമിസ്ട്രിയിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിൻ്റെ
പി എച്ച് വാല്യൂ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് അല്ലെ? പി എച്ച് വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് ഫുൾ ഫോം അല്ലേ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. എന്തിനാണ് നമ്മൾ പി എച്ച് യൂസ് ചെയ്യുക? അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന സൊല്യൂഷൻ? എന്താണ്, ആസിഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് ബേസ് ആണോ, അല്ലെങ്കിൽ എന്താണ് ന്യൂട്രൽ സൊല്യൂഷൻ ആണോ? ഈ 3 രീതിയിലും ഏതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുക? പി എച്ച് സ്കെയിൽ അല്ലേ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നുണ്ട്. നോക്കി, ഈ പി എച്ച് സ്കെയിലിൽ എന്താണ്, ഒരു സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. സൊറൈൻ സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അല്ലേ? സൊറൈൻ സൺ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത്. ഇനി പി എച്ച് സ്കെയിലിന്റെ റേഞ്ച് ഉണ്ട്, എത്രയാണ്? 0 to 14. 0 തൊട്ട് 14 വരെയാണ് പി എച്ച് സ്കെയിലിന്റെ എന്തെന്ന് പറയുക? വാല്യൂസ് എന്നറിയപ്പെടുന്നത്. 0 to 7 വരെ ആണെങ്കിൽ, 0 to 7 വരെയുള്ള വാല്യൂ ആണെങ്കിൽ അത് എന്തായിരിക്കും? അസിഡിക് മീഡിയം ആയിരിക്കും. 7 ആണ് റീഡിങ് കാണിക്കുന്നെങ്കിൽ എന്തായിരിക്കും? അത് ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. 7 to 14, 7 ശേഷം 14 വരെ കാണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ബേസിക് മീഡിയം ആയിരിക്കും. ഈ 3 മെത്തേഡ് അനുസരിച്ച്, വാല്യൂ അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ, ബേസ് ആണോ, അതുപോലെ ന്യൂട്രൽ സൊല്യൂഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പ്യുവർ വാട്ടർ എന്നറിയപ്പെടുന്നത്, നമ്മൾ കുടിക്കുന്ന ശുദ്ധജലം എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ആസിഡിൻ്റെ ടേസ്റ്റ് എന്താണ്? പുളിരസമാണ്. എന്തായാലും കുടിക്കുന്ന വെള്ളത്തിന് പുളിരസമില്ല. അതുപോലെ തന്നെ എന്താണ്, ക്ഷാര ഗുണമില്ല, എന്ന് വെച്ചാൽ എന്താണ്, ബിറ്റർ ടേസ്റ്റും ഇല്ല. അന്നേരം എന്തായിരിക്കും? പ്യുവർ വാട്ടർ എന്നറിയപ്പെടുന്നത് എന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 7 ആയിരിക്കും. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മെറ്റൽ ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? റൂം ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യണം? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി അയൺ, ഓപ്ഷൻ ഡി സിങ്ക്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കി, ഇതിനകത്ത് 4 എന്തിന് എക്സാമ്പിളാണ്? മെറ്റൽസിന് എക്സാമ്പിളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല. 4 എന്താണ്? മെറ്റൽസ് ആണ്. ഇനി നമുക്ക് നോക്കാം, ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന റൂം ടെമ്പറേച്ചറിൽ അല്ലേ, ലിക്വിഡ് ഫോമിൽ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു മെറ്റലേ ഉള്ളൂ. അത് ഏതാണ്? മെർക്കുറിയാണ് അല്ലേ? മെർക്കുറി എന്ത് ചെയ്യുന്നുണ്ട്? ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെർക്കുറിയാണ് അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? നോൺ മെറ്റലാണ്. അതായത് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ, ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ആണെങ്കിൽ എന്ത് പറയും? നമുക്ക് ബ്രോമിൻ പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നോക്കി, ബ്രോമിൻ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റലാണ്. ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റലും പിന്നെ ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെർക്കുറിയുമാണ് അല്ലേ? ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നോക്കിയേ, ഗാലിയം ഉണ്ട്. ഗാലിയം എന്താണ്? ഗാലിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർമലി സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടും. പക്ഷേ എന്താണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചറായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡ് ഫോമിലോട്ട് മാറുന്നുണ്ട്. അതായത് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഏത് മാത്രമാണ്? മെർക്കുറി എഴുതണം. ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ബ്രോമിൻ എഴുതണം അല്ലേ? ഇനി നോക്കിയേ, സോഡിയം നോക്കാം. എന്താണ് സോഡിയത്തിൻ്റെ പ്രത്യേകത? സോഫ്റ്റ് മെറ്റലാണ്. സോഡിയം പൊട്ടാസ്യം അല്ലേ? സോഫ്റ്റ് മെറ്റൽ, സോഡിയം പൊട്ടാസ്യം. എന്തുകൊണ്ടാണ് സോഡിയം പൊട്ടാസ്യം സോഫ്റ്റ് മെറ്റൽസ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? നമുക്ക് നൈഫ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പനീർ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. സോഫ്റ്റ് മെറ്റൽസ് ആണ് സോഡിയം പൊട്ടാസ്യം എന്ന് അറിയപ്പെടുന്നത്. ഹൈലി റിയാക്റ്റീവ് ആണ്. വാട്ടറായിട്ടൊക്കെ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കെറോസിനകത്ത് സൂക്ഷിക്കുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സോഡിയം പൊട്ടാസ്യം ആണ് കെറോസിനകത്ത് സൂക്ഷിക്കുന്ന മെറ്റൽസ്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്? ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? അലൂമിനിയം ആണ്. ഇനിയുണ്ട് അയൺ, കോപ്പർ, സിൽവർ എന്നറിയപ്പെടുന്നു. ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരും. എന്താണ്? നല്ല രീതിയിൽ ഹീറ്റിനെ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലേസ് ആർക്കാണ്? സിൽവറിനാണ്. ഏറ്റവും നല്ല രീതിയിൽ ഹീറ്റിനെ അല്ലെങ്കിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിൽവർ ആണ്. സെക്കൻഡ് പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? കോപ്പറിനാണ്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? ചീപ്പസ്റ്റ് റേറ്റ് ആണ് അല്ലെ? വലിയ വിലയുണ്ട്, പക്ഷെ എന്താണ്? സിൽവറിൻ്റെ അത്രയും വിലയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൗസ് ഹോൾഡ് വയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? കോപ്പറാണ് എഴുതേണ്ടത്. പക്ഷെ നല്ല രീതിയിൽ ഹീറ്റിനെ കടത്തിവിടുന്നതും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സിൽവർ ആണ്.
ഇനി നോക്കി അടുത്ത അയണ്. എന്താണ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യും? മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ആർക്കുണ്ട്? അയണിന് ഉണ്ട്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ലാഫിംഗ് ഗ്യാസ്? എന്താണ് ലാഫിംഗ് ഗ്യാസ്? ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നുണ്ട്. ഈ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ലാഫിംഗ് ഗ്യാസിന്റെ കെമിക്കൽ നെയിം എന്താണ് ചോദിച്ചേക്കുക? ഓപ്ഷൻ നൈട്രിക് ഓക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രജൻ ഡയോക്സൈഡ്, ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി നൈട്രജൻ പെൻറ്റോക്സൈഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഏതായിരിക്കും എന്താണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ് അല്ലേ? നൈട്രസ് ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയും ലൈവ് സെഷൻസിൻ്റെ PDF ഒക്കെ ലഭിക്കുന്നത് നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ഇതുവരെ ഫോളോ ചെയ്യാത്തൊരു പ്രോപ്പറായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേഷൻസ് അല്ലെ, വീഡിയോസ്, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒരു ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ആസിഡ് ഈസ് ഫൗണ്ട് ഇൻ വിനിഗർ? അല്ലെ, വിനിഗർ മീൻസ് എന്താണ്? വിനാഗിരി. നമ്മൾ എന്താണ് പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് വിനിഗർ എന്നറിയപ്പെടുന്നത്. ഈ വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നമുക്കറിയാം ഒരു പുളിരസമാണ് അല്ലെ, സലാഡിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുളിരസമാണ്, അല്ലെങ്കിൽ പിക്കിളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിനിഗർ. ഈ വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സിട്രിക് ആസിഡ്, ഓപ്ഷൻ അസെറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ദെൻ ഫോർമിക് ആസിഡ്. നമുക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? അസെറ്റിക് ആസിഡാണ് എന്തെന്നറിയപ്പെടുക? വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? അസെറ്റിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിട്രസ് ഫ്രൂട്ട് ആയിട്ടുള്ള ഓറഞ്ച്, അതുപോലെ തന്നെ ലെമണിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിട്രിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്ക് അല്ലെ, പാലിനകത്തും അതുപോലെ തന്നെ എന്താണ് കേടിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. ഫോർമിക് ആസിഡ് എവിടെ കാണപ്പെടുന്നുണ്ട്? ആൻറ്റ് അല്ലെ, എറുമ്പിനകത്ത്, അതുപോലെ തന്നെ എന്താണ് വാസ്പിനകത്ത്, അതുപോലെ എന്താണ് ഹണി ബി അല്ലെ, ഇതിനകത്ത് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫോർമിക് ആസിഡ് ആയിരിക്കും കാണപ്പെടുക. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിനിഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണെങ്കിൽ എന്താണ് എഴുതേണ്ടത്? അസെറ്റിക് ആസിഡാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഫിലമെന്റ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് ഈസ് മേഡ് അപ്പ് ഓഫ് വിച്ച് എലമെന്റ്? ഇലക്ട്രിക് ബൾബ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ്? ഇലക്ട്രിക് ബൾബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കനം കുറഞ്ഞ ഫിലമെന്റ് കാണപ്പെടുന്നുണ്ട്. കൂടുതലായിട്ട് എന്ത് ചെയ്യുകയാണ്? കറണ്ട് കയറി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് പൊട്ടിപ്പോകുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഫിലമെന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എലമെന്റ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? ഓപ്ഷൻ നോക്കി. കോപ്പർ, അയൺ, ടങ്സ്റ്റൺ, അലൂമിനിയം. ഏതായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരിക? ടങ്സ്റ്റൺ അല്ലെ. ടങ്സ്റ്റൺ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രിക് ബൾബിനകത്തെ ഫിലമെന്റ് ആയിട്ട് നിർമ്മിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടങ്സ്റ്റൺ ആണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് വൈറ്റമിൻ ഈസ് അബണ്ടന്റ് ഫൗണ്ട് ഇൻ ദ സിട്രസ് ഫ്രൂട്ട് ലൈക്ക് ഓറഞ്ച് ആൻഡ് ലെമൺ? എന്താ പറഞ്ഞേക്കാൾ? സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ചിനകത്തും ലെമണിനകത്തും അടങ്ങിയിരിക്കുന്ന ആസിഡ്, ഏതാണ്? വൈറ്റമിൻ ആണ് ചോദിച്ചേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ദെൻ വൈറ്റമിൻ കെ. ഏതായിരിക്കും ആൻസർ വരിക? സിട്രസ് ഫ്രൂട്ടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ എപ്പോഴും ഏതായിരിക്കും? വൈറ്റമിൻ സി ആയിരിക്കും. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വൈറ്റമിൻ സി ആണ് എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ അല്ലേ. നമ്മുടെ ഐക്കൊക്കെ കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇത് എയർഫോഴ്സ് വൈക്കാർക്കും അതുപോലെ മെഡിക്കൽ അസിസ്റ്റന്റുകാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ബയോളജിയിൽ നിന്നുള്ളതാണ് വൈറ്റമിൻസ് അല്ലേ. വൈറ്റമിൻസും അത് റിലേറ്റഡ് ഉള്ള ഡെഫിഷ്യൻസി ഡിസീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. വൈറ്റമിൻസ് കൂടുതലായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ പവർ ഹൗസ് ഓഫ് ദ സെല്ല്, സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ നോക്കി. ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ, ദെൻ ഓപ്ഷൻ ഡി സെൽ വോൾ അല്ലെ. സെൽസിനകത്തുള്ള എന്താണ്? ഓർഗൻസ് ആണ് എന്നറിയപ്പെടുക. മൈറ്റോകോൺട്രിയ, സെൽ വോള്, ന്യൂക്ലിയസ് ഇതെല്ലാം എന്ത് ചെയ്തു? സെല്ലിനകത്ത് കാണപ്പെടുന്നതാണ്. സെല്ലിനകത്തുള്ള പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ് എന്താണ് സെല്ലിലെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത്. സൂയിസൈഡ് ബാഗ് ആണെങ്കിൽ എന്താണ്? ലൈസോസോം ആണ് ഇതെന്ന് അറിയപ്പെടുക. സൂയിസൈഡ് ബാഗ് എന്ന് അറിയപ്പെടുന്നത്. സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി.
ബൈൽ ജ്യൂസ് ഈസ് സെക്രീറ്റഡ് ബൈ വിച്ച് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി കിഡ്നി, ദെൻ ഓപ്ഷൻ ഡി സ്റ്റൊമക്ക്. ഏതായിരിക്കും നോക്കി? പാൻക്രിയാസ് ആണോ, ലിവർ ആണോ, കിഡ്നി ആണോ, സ്റ്റൊമക്ക് ആയിരിക്കോ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഏതാണ് ആൻസർ എഴുതുക? ലിവർ ആണ്. ഓപ്ഷൻ ബി ലിവർ ആണ് എന്തെന്ന് പറയുക ബൈൽ ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസ് ആണെങ്കിൽ എന്താണ്? ഇൻസുലിനെയാണ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പാൻക്രിയാസ് ആണ്. ഇന്നൊക്കെ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? കിഡ്നിയാണ്. അല്ലെ ബ്ലഡിനെ പ്യൂരിഫിക്കേഷൻ അല്ലെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കിഡ്നിയാണ് എഴുതേണ്ടത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി കോസ്റ്റ് വിച്ച് ഡിസീസ് ഇൻ ചിൽഡ്രൻ? അല്ലെ കുഞ്ഞുങ്ങളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കി. സ്കർവി, ബെറിബറി, റിക്കറ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. അല്ലെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. ഇന്നൊക്കെ വൈറ്റമിൻ ഡി അല്ലെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഡിസീസാണ് എന്തെന്നറിയപ്പെടുന്നത്? അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്നറിയപ്പെടുക റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. അന്നേരം ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഡസ് നോട്ട് ഹാവ് എ ഓർ ബി ആൻറ്റിജൻ ഓൺ ദ സർഫസ് ഓഫ് ഇറ്റ് റെഡ് ബ്ലഡ് സെൽസ്? അല്ലേ ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി. ബ്ലഡ് ഗ്രൂപ്പ് എ, ഓപ്ഷൻ ബി ബ്ലഡ് ഗ്രൂപ്പ് ബി, ഓപ്ഷൻ സി ബ്ലഡ് ഗ്രൂപ്പ് എ ബി, ദെൻ ഓപ്ഷൻ ഡി ബ്ലഡ് ഗ്രൂപ്പ് O. ഓക്കെ, ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുക? അതായത് ആൻറ്റിജൻസ് ഇല്ലാത്ത അല്ലെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ആൻസർ എഴുതണം? ഏതാണ്? ബ്ലഡ് O ആണ് അല്ലെ ബ്ലഡ് ഗ്രൂപ്പ് O ആണ് ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ തൈറോയിഡ്, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി പാൻക്രിയാസ്, ദെൻ ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അല്ലെ 4 തരത്തിലുള്ള ഗ്ലാൻഡ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ലിവർ ആണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്? ഇൻസുലിൻ ആണ് എന്ത് ചെയ്യുക? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം നോക്കി ലാർജസ്റ്റ് ഗ്ലാൻഡ് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ഓപ്ഷൻ ബി ലിവർ ആണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റഡി ഓഫ് ദ നെർവ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡർ ഈസ് കോൾഡ്? എന്താണ്? നെർവ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റഡിയെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ കാർഡിയോളജി, ഓപ്ഷൻ ബി ന്യൂറോളജി, ഓപ്ഷൻ ഡി നെഫ്രോളജി, ദെൻ ഓപ്ഷൻ ഡി ഡെർമറ്റോളജി. ബയോളജിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റഡീസ് പഠിച്ചിരിക്കണം. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെർവ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ചോദിച്ചേക്കുന്നത്. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് കാർഡിയോളജി എന്നറിയപ്പെടുന്നത് അല്ലെ. സ്റ്റഡി ഓഫ് ഹാർട്ടാണ് കാർഡിയോളജി എന്നറിയപ്പെടുന്നത്. ന്യൂറോളജി എന്താണ്? നെർവ്സുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. നെർവ്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ എന്താണ്? ന്യൂറോളജി ആണ്. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. സ്റ്റഡി ഓഫ് കിഡ്നിയാണ് ഇതെന്നറിയപ്പെടുക നെഫ്രോളജി എന്നറിയപ്പെടുന്നത്. ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സ്കിന്നാണ് അല്ലേ. സ്റ്റഡി ഓഫ് സ്കിൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡെർമറ്റോളജിയാണ്. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹാർട്ടും, ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവ് സിസ്റ്റം, നെഫ്രോളജി എന്ന് പറഞ്ഞാൽ കിഡ്നിയാണ്, ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിന്നിനെ കുറിച്ചുള്ള പഠനമാണ്. 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോ സെക്ഷനിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.